ഇനി 3 പേര് ആരാണ് നമ്മുടെ ബഡ്സ് വയർലെസ് അല്ല നമ്മുടെ TWS ഇയർഫോൺ കിട്ടുന്നത് നമുക്ക് നോക്കാം. അടുത്ത സ്പിൻ ചെയ്യാം. എല്ലാ കൂട്ടുകാർക്കും ടെക് ടോക്ക് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഗിവ് അവേ. എല്ലാവരും കാത്തിരുന്ന കുറച്ച് പേരൊക്കെ ആയിരിക്കും മെസ്സേജ് അയക്കുകയാണ്, ഗിവ് അവേ എവിടെ, റിസൾട്ട് എവിടെ. അപ്പോൾ നമ്മൾ ഗിവ് അവേ റിസൾട്ടുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഗിവ് അവേയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു ചാനൽ പരിചയപ്പെടുത്താം. ചാനലിൻ്റെ പേര് മലബാർ ചങ്ക്സ് എന്നാണ്. ഒരു കിഡിലൻ ചാനൽ ഫ്രണ്ട്സ്. ഞാൻ ചുമ്മാ പറയുന്നതല്ല, കാരണം നമ്മൾ ഈ അൺബോക്സിംഗ് 2ൻ്റെ കേസ് കണ്ടുകൊണ്ട് ചേട്ടനും അനിയനും കുറേ പിന്നെ ചിലരുടെ കേസ് കണ്ടുകൊണ്ട് ചേട്ടനും തമ്മിലുള്ള ഫണ്ണി വീഡിയോസൊക്കെ കണ്ടു. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ അച്ഛനും മോനും തമ്മിലുള്ള ഫണ്ണി വീഡിയോസ്, അതായത് ചലഞ്ചസ് വേറെ ലെവൽ. കാരണം അച്ഛനും മോനും നിൽക്കുന്ന രീതി കണ്ടു കഴിഞ്ഞാൽ ചങ്ക് ഫ്രണ്ട്സ് വിൽക്കുന്ന പോലെയാണ്. നല്ല രസമുള്ള ചാനലാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാം. മലബാർ ചങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കിടിലൻ ചാനലാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഗിവ് അവേ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്, റിസൾട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ പ്രോഡക്റ്റ്സ് ഞാൻ ഒന്നുകൂടി നിങ്ങളൊന്ന് കാണിച്ചു തരാം. തന്നെ കണ്ടല്ലോ, എൻ്റെ കയ്യിൽ ഇപ്പം പ്രോഡക്റ്റ്സിൽ ഞാൻ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ ബി റോൾസ് ആയിട്ട് കാണിക്കാം. കണ്ടല്ലോ ഫ്രണ്ട്സ്, നമ്മുടെ പിന്നെ ഞാൻ കുറച്ച് ക്യാമറ പുതിയൊക്കെ വാങ്ങിച്ചിട്ട് കുറേ പുതിയ ബി റോൾസ് എടുത്തു. അതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. നമ്മുടെ പുതിയ പ്രോഡക്റ്റ്സ്. അപ്പം ഇതിൻ്റെ ഞാനിപ്പോൾ ഒരു മാസമായിട്ട് ഞാനത് യൂസ് ചെയ്യും. ഒരു മാസമല്ല, ഏകദേശം 15-16 ദിവസമായിട്ട് ഞാനത് യൂസ് ചെയ്യുക. അപ്പോൾ എനിക്ക് അനുഭവപ്പെട്ട കുറച്ച് ഡ്രോബാക്സും ഗുണങ്ങളും ഞാൻ പറയാം ഫ്രണ്ട്സ്. ഒത്തിരി മണിക്കൂർ നിങ്ങൾ ചാർജ് ചെയ്യുന്ന പ്രതീക്ഷിക്കേണ്ട. 2 മണിക്കൂർ വലിയ 2000 രൂപയുടെ സാധനങ്ങളൊക്കെയാണ് 3-4 മണിക്കൂർ നിൽക്കുന്നത്. ഇത് 2 മണിക്കൂർ ഇതിൻ്റെ പാട്ട് നിൽക്കുള്ളൂ. അത്യാവശ്യം നിങ്ങൾക്ക് പാട്ട് കേൾക്കാൻ അടിപൊളിയാണ്. ഗെയിം കളിക്കാൻ അത്ര പറ്റത്തില്ല കേട്ടോ, കാരണം സൗണ്ടിന് ശകലം ഡിലേ ഉണ്ട്. നമ്മുടെ ലോ ലേറ്റൻസി മോഡൊന്നും ഇല്ലാത്തില്ല. അപ്പം ശകലം ഗെയിം കളിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ബാക്കി പാട്ട് കേൾക്കാനും സൗണ്ടും എല്ലാം അടിപൊളിയാണ്. ഞാൻ ഇതിനെപ്പറ്റി സ്പെഷ്യൽ റിവ്യൂ അൺബോക്സിംഗ് വീഡിയോ ഇട്ടായിരുന്നു. ഞാൻ വേണേൽ ഹാൻഡ് സ്ക്രീൻ കൊടുത്തേക്കാൻ നിങ്ങളൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ഗിവ് അവേ റിസൾട്ട് നോക്കാം. ഞാൻ പറഞ്ഞിരുന്നായിരുന്നു ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന 5 പേരെ ചൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞത്. അപ്പം ആ 5 പേര് ഞാൻ ഇന്ന് രാവിലെ ഫുള്ള് തപ്പിപ്പിടിച്ച് കമൻസ് എല്ലാം വായിച്ചു നോക്കി. അപ്പം പിന്നെ കമൻസൊക്കെ വായിച്ചപ്പം ഭയങ്കര ഒരു ഇത് തോന്നി. കാരണം നമ്മുടെ ആ ഒരു വീഡിയോയ്ക്ക് ഏറ്റവും കൂടുതൽ വന്ന കമൻറ്റ് എൻ്റെ ഈ ഒരു കയ്യിൻ്റെ ആക്ഷൻ മാറ്റണമെന്നാണ്. അപ്പം ഞാൻ മാക്സിമം ഇപ്പം കുറച്ചു. ഇപ്പം ഞാൻ വലിയ ആക്ഷൻ ഇല്ലല്ലോ, നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ ആക്ഷനൊക്കെ കുറച്ചു. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് വിഷമം ഉണ്ടാകില്ല. കാരണം പലർക്കും ഗിവ് അവേ ഇപ്പോൾ ഇത് കിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ വിഷമം ഉണ്ടാകും. ഫ്രണ്ട്സ്, ഞാൻ പറയട്ടെ, ഒരു ലോട്ടറി എടുക്കുവാണെങ്കിലും എത്ര ലക്ഷക്കണക്കിന് ആൾക്കാർ നമ്മൾ പൈസ കൊടുത്താൽ വാങ്ങിക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾ പൈസ കൊടുക്കുന്നില്ല, ഫ്രീ ആണ്. അപ്പം അതിൽ നിന്ന് നമുക്ക് പൈസ കൊടുത്തിട്ട് സാധനം കിട്ടാഞ്ഞിട്ട് നമ്മൾ വിഷമിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ ഇതും കാണുക, ആ മെൻറ്റാലിറ്റി കാണുക. കാരണം ഇനി നമ്മൾ അടുത്ത ഗിവ് അവേ 20K ആകുമ്പോൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗിവ് അവേയിൽ മാക്സിമം ഒരു പാർട്ടിസിപ്പേഷൻ എടുക്കുക, അത്രേ ഉള്ളൂ. ഇതൊക്കെ ലക്കാണ് കിട്ടുന്നത്. എനിക്കും ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. കുറച്ച് പേര് പറഞ്ഞു എന്നെ വിന്നർ ആക്കുമോ ഇല്ലയോ, പക്ഷേ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഫ്രണ്ട്സ്. ഞാനത് നിങ്ങൾ പറയുന്ന ഒരാളെ ഞാൻ സെലക്ട് ചെയ്താൽ ഞാൻ ഇത്രയും പേരോട് ചെയ്യുന്ന ഒരു ചതിയാണത്. അപ്പം അത് ഞാൻ ചെയ്യത്തില്ല. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ലൈക്കുള്ള 5 പേരെ സെലക്ട് ചെയ്തു. ആ 5 പേര് ആരൊക്കെയാണ് നോക്കാം. അപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ കൊണ്ട് വിളിക്കാവേ. അപ്പോൾ ഫ്രണ്ട്സ്, ആരൊക്കെയാണ് ഓരോരുത്തരും നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ ആൾ നാട്ടിൻപുറത്തുകാരനാണ്. നമ്മുടെ കട്ട ഹെവി സപ്പോർട്ടറാണ്. ഒരു ഗെയിമിംഗ് ചാനലൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ 35 ലൈക്കാണ് കിട്ടിയിരിക്കുന്നത്. അതാണ് ഒരു ലൈക്ക്. ഓക്കെ, ഒരാളതാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. സൂപ്പർ വീഡിയോ ക്വാളിറ്റി, പിന്നെ നല്ല പ്രസൻറ്റേഷൻ, ഓവറോൾ പൊളി സാധനം ബ്രോ. ആ കോഴി അങ്ങ് എറിഞ്ഞ് കൊന്നേക്ക് പുല്ലെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ കോഴിയെപ്പറ്റി ഒത്തിരി പരാമർശം വന്നു. സത്യം പറഞ്ഞാൽ കോഴി അബദ്ധവശാൽ വന്നു. ചിലർ പറയുന്നുണ്ട് ഞാൻ ഈച്ച വരുന്നതും കോഴി വരുന്നതൊക്കെ ഞാൻ അഭിനയിക്കുകയാണൊക്കെ ചെയ്യുകയാണെന്നൊക്കെ ചിലർ ചോദിച്ചു. അപ്പം ഫ്രണ്ട്സ് പറയട്ടെ, ഇതൊക്കെ യാദൃശികമായിട്ട് വരുന്നതാണ്. പക്ഷേ പല യൂട്യൂബേഴ്സും ഇങ്ങനെ വരുന്ന സാധനമൊന്നും നിങ്ങളെ കാണിക്കത്തില്ല, ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങൾ. പക്ഷേ ഞാൻ നിങ്ങളെ അതൊക്കെ കാണിക്കുന്നു. കാരണം നമ്മുടെ ബ്ലൂപ്പേഴ്സായിട്ട് എൻ്റർടൈൻമെൻറ്റ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളെ കാണിക്കും. നിങ്ങൾക്ക് കാണിക്കുന്നതിൽ എന്തെങ്കിലും ചളിയായിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കാരണം അല്ല, ഞാനത് ഒഴിവാക്കാം. ഒരു വ്യത്യസ്തമായിക്കോട്ടെ എന്ന് വെച്ചാണ് ഞാനതൊക്കെ കാണിക്കുന്നത്. അടുത്ത നമ്മുടെ രണ്ടാമത്തെ ആൾ, നമുക്ക് ഈ ഒരാളുടെ വെച്ചാൽ ഹാവു ഗെയിമർ YT. നമുക്കൊരു കട്ട സപ്പോർട്ടറെയാണ് നമ്മുടെ ഗിവ് അവേ വഴി കിട്ടിയത്. കാരണം ഇപ്പോൾ എല്ലാ വീഡിയോസിനും കമൻറ്റ് ചെയ്യും, ഹെവി സപ്പോർട്ടാണ്. താങ്ക് യു സോ മച്ച് ബ്രോ. അപ്പം ബ്രോയ്ക്ക് 289 ലൈക്കാണ് കിട്ടിയിരിക്കുന്നത്. വേറെ ലെവൽ ലൈക്ക് കേട്ടോ. ഞാൻ ഇത്രയും ചിന്തിച്ചില്ല ഇത്രയും ലൈക്കൊക്കെ നമ്മുടെ ചാനലിലെ കമൻസിന് വരുമെന്ന്. അപ്പം എനിക്ക് ഇത്തരത്തിൽ ഒരു സാധനവും ഇല്ല. കിട്ടിയാൽ കൊള്ളാം. ഒരു ഭാഗം കേൾക്കാത്ത ഞാൻ, പ്ലീസ് എനിക്കൊരു ലൈക്ക്. ഒരു ഭാഗം കേൾക്കാത്തതെന്ന് പറഞ്ഞു. ഞാനത് പിന്നെ ഡീറ്റെയിൽ ചോദിച്ചില്ല. ബ്രോ എന്തോ ചെവിക്ക് പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും അതൊക്കെ മാറും ബ്രോ, പോട്ടെ. അപ്പം ഹാവു ഗെയിമർ YT ആണ് നമ്മുടെ രണ്ടാമത്തെ ആൾ, 289 ലൈക്കുമായിട്ട്. അടുത്ത ആൾ നമുക്ക് നോക്കാം. അടുത്ത ബ്രോ എന്ന് പറഞ്ഞാൽ നൗഷാദ് ഇടുക്കി ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. നൗഷാദ് ബ്രോയാണ്. എനിക്ക് ഈ നൗഷാദ് പേര് കേട്ട് ഓർമ്മ വന്നു. നമ്മുടെ ഫസ്റ്റ് ഗിവ് അവേ 1K സബ്സ്ക്രൈബേഴ്സിനും ഗിവ് അവേ വിന്നർ നൗഷാദ് എന്ന് പറഞ്ഞൊരു ബ്രോ ആയിരുന്നു. അത് ഇടുക്കിയല്ല, വേറെ സ്ഥലമായിരുന്നു. അപ്പം ആ പേര് ഇപ്പോൾ ഓർമ്മ വന്നു. അപ്പം നൗഷാദ് ബ്രോ കമൻറ്റ് ചെയ്ത് ഇവൻ്റെ വീഡിയോ കാണുമ്പോൾ ഇവൻ വീഡിയോ ഇടുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. അവനെ ആദ്യം തന്നെ വീഡിയോയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യും. സത്യം പറഞ്ഞാൽ ബ്രോ എഴുതിയേക്കുന്ന സ്പീഡിൽ എഴുതണം, സ്പെല്ലിങ് കറക്റ്റായിട്ട് എനിക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. വീഡിയോ ഇടും, അവൻ വീഡിയോ കണ്ടവരെ അവൻ ബ്രോ അത് സ്പീഡിൽ എഴുതിയോണ്ടായിരിക്കും, എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പം നൗഷാദ് ഇടുക്കിയാണ് നമ്മുടെ
മൂന്നാമത്തെ ആൾ. അടുത്ത നാലാമത്തെ ആളുടെ പേര് പറയാൻ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കിച്ചു ടെക്കി നമ്മുടെ ഹെവി സപ്പോർട്ടാണ്. ഇപ്പോഴും എല്ലാ വീഡിയോയ്ക്കും കമൻറ്റ് ചെയ്യും, സജഷൻ തരും. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ഇതുപോലുള്ള സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. കിച്ചു ടെക്കി പറഞ്ഞത് ബ്രോയുടെ ക്യൂട്ടിനെസ്സോടെയുള്ള അവതരണം ശൈലിയാണ് മോനെ പൊളി. അങ്ങനല്ല, കറക്റ്റ് ഞാൻ ഒരു മലയാളം വായിച്ചാൽ ഗ്രാമർ ശരിയായില്ല. ബ്രോയുടെ ക്യൂട്ടിനെസ്സോടെയുള്ള അവതരണ ശൈലിയാണ് മോനെ എന്ന് ഒരു കമൻറ്റ് ആയിരുന്നു. ഇത് കഴിഞ്ഞ് പറഞ്ഞു പൊളി വീഡിയോ എന്ന് സ്വന്തം കട്ട സപ്പോർട്ടർ. താങ്ക് യു സോ മച്ച്. ലവ് യു കിച്ചു ബ്രോ. താങ്ക് യു സോ മച്ച്. 21 ലൈക്ക് ഉണ്ട് കിച്ചു ബ്രോയ്ക്ക്. അടുത്ത ലാസ്റ്റ് ആൻഡ് 5ാമത്തെ ആൾ വിൻസെൻ്റ് ഗോമസ്. ഈ ഹാവു ഗെയിമർ വൈറ്റിയും വിൻസെൻ്റ് ഗോമസും ആണ് ടോപ്പ് ലൈക്കുള്ള ആൾക്കാർ നിൽക്കുന്നത്. 297 ലൈക്കാണ് വിൻസെൻ്റ് ഗോമസിന്. വേറെ ലെവൽ ലൈക്ക്. അപ്പം ആ കൈയുടെ ഓവർ ആക്ഷൻ ഞാൻ പറഞ്ഞു. 3 hours later. അപ്പോൾ ഫ്രണ്ട്സ് കൈയുടെ ആക്ഷൻ മാറ്റിയ ഡബിൾ ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരെ കൈയുടെ ആക്ഷനൊക്കെ കുറച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യണം കുറഞ്ഞോ ഇല്ലയോ. ഞാനിപ്പം ആ ഒരു പറഞ്ഞ അനുസരിച്ച് ഒത്തിരി പേര് പറഞ്ഞ അനുസരിച്ച് എനിക്ക് നല്ല ഇങ്ങനെ സജഷൻസ് ആണ് നമുക്ക് വേണ്ടത്. കാരണം ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ നമുക്ക് നേരെ ഇനി വിന്നർ അനൗൺസ് ചെയ്യാം. ഞാൻ ഇതെല്ലാവരെയും ഒരാളെ വീല് സെറ്റിലായിട്ടുണ്ട്. ഈ 5 പേരെ ഒരു വീലിൻ്റെ അകത്ത് സെറ്റിൽ ചെയ്ത് നമുക്ക് ഓരോരുത്തരെ മാറ്റി ചെയ്യും. അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ വീല് കണ്ടല്ലോ. വീലിനകത്ത് ഞാൻ 10K ഗിവ് അവേ ആണ്. ഇതിൻ്റെ ഞാൻ ആരൊക്കെ നൗഷാദ് ബ്രോ, വിൻസെൻ്റ് തോമസ്, നാട്ടിൻപുറത്തുകാരൻ, ഹവു ഗെയിമർ, കിച്ചു ടെക്കി 5 പേരെയാണ്. അപ്പോൾ ഞാൻ ഇത് ചെയ്യുന്നത് വെച്ചാൽ ഓരോരുത്തരെ ഫസ്റ്റ് കളയും, ലാസ്റ്റ് വരുന്ന ഒരു വിന്നർ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ഗിവേയിൽ അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഷഫിൾ ആൾക്കാരെ ഒന്ന് സ്പിൻ ചെയ്യാം. ആദ്യത്തെ ആൾ നമുക്ക് കളയാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്പിൻ. ആദ്യം ആരാ പോകുന്നത് നമുക്ക് നോക്കാം. ഓ ഗോഡ്സ്, നാട്ടിൻപുറത്തുകാരൻ. സോറി ബ്രോ, നാട്ടിൻപുറത്തുകാരൻ ഫസ്റ്റ് നമ്മൾ പോയിരിക്കുകയാണ്. അപ്പോൾ നാട്ടിൻപുറത്തുകാരൻ നമുക്ക് ഹൈഡ് ചെയ്യാം, ഹൈഡ് ഓപ്ഷൻ. ഓക്കെ, ഇനി 3 പേരുണ്ട്. വിൻസെൻ്റ് ഗോമസ്, ഹാവു ഗെയിമർ, കിച്ചു ടെക്കി, നൗഷാദ് ബ്രോ. ഇനി ആരാ പോകുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, കിച്ചു ടെക്കി ആണോ ഹാവു ഗെയിമർ ആണോ? ഓ, ഹാവു ഗെയിമർ വൈറ്റി പോയിരിക്കുകയാണ്. സോറി ബ്രോ. അപ്പോൾ നമുക്ക് ഹാവു ഗെയിമറിനെ മാറ്റാം. ഇനി അടുത്ത 3 പേരുണ്ട്. കിച്ചു ടെക്കി, നൗഷാദ് ബ്രോ, വിൻസെൻ്റ് ഗോമസ്. ഇനി 3 പേര് ആരാണ് നമ്മുടെ ബഡ്സ് വയർലെസ് അല്ല, നമ്മുടെ TWS ഇയർഫോൺ കിട്ടുന്നത് നമുക്ക് നോക്കാം. അടുത്ത സ്പിൻ ചെയ്യാം. ഓക്കെ, ആരാ പോകുന്നത് നമുക്ക് നോക്കാം. നൗഷാദ് ബ്രോ ആണോ കിച്ചു ടെക്കി ആണോ? ശകലത്തിന് ഒയ്യോ, ശകലം വ്യത്യാസം. കിച്ചു ടെക്കി പോയി. സോറി കിച്ചു ബ്രോ. നമുക്ക് കിച്ചു ടെക്കിയെ മാറ്റാം. ഇനി നൗഷാദ് ബ്രോ ഉണ്ട്, വിൻസെൻ്റ് ഗോമസ് ഉണ്ട്. ആരാണ് കപ്പടിക്കുന്നത് നമുക്ക് നോക്കാം. കപ്പടിക്കുന്ന നല്ല വിന്നറാണെന്ന് നോക്കാം. നമുക്ക് ലാസ്റ്റ് ഫൈനൽ. അപ്പോൾ നമുക്ക് നോക്കാം. റെഡി അല്ലേ? ഓക്കെ പോയിരിക്കുകയാണ്. അപ്പം ഹൈഡായി. ആരാ വിന്നർ എന്ന് മനസ്സിലായല്ലോ. വിൻസെൻ്റ് ഗോമസ് ആണ് നമ്മുടെ വിന്നർ. വിൻസെൻ്റ് ഗോമസ് വിന്നർ ആകാൻ അർഹൻ തന്നെയാണ്. കാരണം പുള്ളിക്ക് 289 ലൈക്കുണ്ട്. അപ്പം നമ്മുടെ ഓട്ടോ കമൻറ്റ് പിക്കർ യൂസ് ചെയ്തും പുള്ളി തന്നെയാണ് വിന്നർ. അപ്പം നമ്മുടെ ഈ ഒരു 10K ഫാമിലി ആയതിൽ വിന്നർ അടിച്ചിരിക്കുന്നത് വിൻസെൻ്റ് ഗോമസ് ബ്രോ ആണ്. ബ്രോ കേൾക്കാൻ ഞാൻ പറയുകയാണ്, ഞാൻ ഇത്രയും നേരം ആ ക്യാമറയെ നോക്കി. സോറി. അപ്പോൾ വിൻസെൻ്റ് ഗോമസ് ആണ് നമ്മുടെ 10K ഫാമിലിയിലെ വിന്നർ ആയിരിക്കുന്നത്. വിൻസെൻ്റ് ഗോമസിൻ്റെ കമൻറ്റ് ഒന്നും വയ്ക്കുക. കൈയുടെ ഓവർ ആക്ഷൻ മാറ്റിയാൽ ബാക്കിയെല്ലാം ഡബിൾ ഓക്കെ എന്ന് പറഞ്ഞു. 297 ലൈക്കാണ് കിട്ടിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഹാവു ഗെയിമർ വൈറ്റിയെക്കാട്ട് ടോപ്പ് ലൈക്കാണോ നോക്കാം, നമുക്ക് ചെക്ക് ചെയ്യാം. ഹാവു ഗെയിമർ വൈറ്റിക്ക് 289 ലൈക്ക് ഉണ്ടായിരുന്നു. ഇത് 297 ടോപ്പ് ലൈക്ക് കിട്ടിയ ആൾ തന്നെയാണ് വിന്നർ ആയിരിക്കുന്നത്. ചിലർ പേര് പറഞ്ഞു ലൈക്ക് നോക്കണം, ടോപ്പ് ലൈക്ക് നോക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു കൺഫർമേഷൻ ആയിരിക്കും ടോപ്പ് ലൈക്ക് കിട്ടിയ ആൾക്ക് തന്നെ എന്തോ ലക്ക് കൊണ്ട് വന്നു. അപ്പോൾ വിൻസെൻ്റ് ഗോമസിന് ഹാർട്ട്ലി കൺഗ്രാജുലേഷൻ. അപ്പം നിങ്ങൾ ഫ്രണ്ട്സ് ഈ ഒരു ഗിവ് അവേ ഇതുകൊണ്ടെങ്കിലും തീർന്ന് വിചാരിക്കില്ല. ഈ സപ്പോർട്ട് ഇനിയും വേണം. കാരണം 20K 30K ഇനി നമുക്ക് ഒത്തിരി അച്ചീവ്മെൻറ്റ് ചെയ്യാനുണ്ട്. 100K ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്. അപ്പോൾ അച്ചീവ്മെൻറ്റൊക്കെ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് എനിക്ക് ഭയങ്കരമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് തരാൻ പറ്റുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പം വിന്നർക്ക് ഒരു 1000 കൺഗ്രാജുലേഷൻ. പിന്നെ എനിക്ക് പറയാനുള്ളത് വിൻസെൻ്റ് ഗോമസ് ബ്രോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഈ വീഡിയോയുടെ താഴെ. എന്നിട്ട് എനിക്ക് പേഴ്സണൽ ഐഡിയും ഡീറ്റെയിൽസൊക്കെ അയച്ചു തരിക. സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ വെള്ളത്തിൻ്റെ ഇഷ്യൂവും കുറേ കൊറോണ ഇഷ്യൂ ഉണ്ട്. ചിലപ്പോൾ ഒന്ന് ഡിലേ ആയിരിക്കും. എന്തായാലും ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമ്മുടെ ഗിഫ്റ്റ് ബ്രോയുടെ അടുത്തെത്തും. ബ്രോയുടെ അടുത്ത് ഗിഫ്റ്റ് എത്തിക്കഴിഞ്ഞാൽ ജസ്റ്റ് പറ്റുവാണെങ്കിൽ ഒരു ഫോട്ടോ അയച്ചു തരിക. അങ്ങനെയാണ് നമുക്ക് നമ്മുടെ ആൾക്കാരെ നമുക്ക് ഇതുവഴി കാണിക്കാം. പറ്റുവാണെങ്കിൽ അയച്ചു തരിക. അപ്പോൾ നമുക്ക് നാളെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ പേര് വിഷ്ണു, ടെക് ടോക്ക് മലയാളത്തിൽ നിന്ന്. സി എല്ലാ കൂട്ടുകാർക്കും ടെക് ടോക്ക് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ഇല്ല ഇടുമ്പോൾ ഞാൻ വിളിക്കാം. ഇപ്പം ഇടും. അമ്മ ഇടയ്ക്ക് ഫോൺ വിളിക്കുന്നു. ഈ ഒരു സപ്പോർട്ട് ഇനിയും പോയി കയ്യിൽ നിന്ന് പോയി.